മലയാള സിനിമയിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും ആരാധകരുള്ള ബഹുമുഖ പ്രതിഭകളിൽ ഒരാളാണ് ബേസിൽ ജോസഫ്. ഒരു സിനിമാ സഹായിയായി സിനിമയിലെത്തി, പിന്നീട് സ്വതന്ത്ര സംവിധായകനായി മികച്ച 3 സിനിമകൾ സംവിധാനം ചെയ്ത താരം ഇന്ന് ഒരു നടൻ എന്ന നിലയിൽ കൂടി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിലേക്ക് വന്നാൽ അത്രയും തന്നെ പോപ്പുലറാണ് ബേസിൽ ജോസഫ് എന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളും. തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ചിരി കൊണ്ടും സരസമായ സംസാര രീതി കൊണ്ടും തമാശകൾ കൊണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുമ്പോഴൊക്കെ ബേസിൽ പ്രേക്ഷകരെ ഏറെ രസിപ്പിച്ചിട്ടുണ്ട്. കുറച്ചു കാലം മുമ്പ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ സംപ്രേഷണം ചെയ്ത ഒരു അഭിമുഖത്തിൽ പ്രശസ്ത താരം തൻ്റെ ഭാര്യ എലിസബത്തുമല്ല തൻ്റെ പ്രണയം തുടങ്ങിയ കാലം ഓർത്തെടുത്തിരുന്നു. എലിയെ താൻ പരിചയപ്പെടുന്ന ഒരു ചെറുകിട തരികിട ഒളിപ്പിച്ചിട്ടാണെന്നും ബേസിൽ ജോസഫ് വെളിപ്പെടുത്തി. ഞങ്ങൾ അവളെ റാഗ് ചെയ്തു. അങ്ങനെയാണ് എലിയെ ആദ്യം പരിചയപ്പെടുന്നത്. ഞാൻ ഇങ്ങനെ എൻ്റെ കൂട്ടുകാരുമായിട്ട് പ്ലാൻ ചെയ്തു. അവരോട് പറഞ്ഞു, "നിങ്ങൾ പോയി റാഗ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ വരും" എന്ന്. അങ്ങനെ അവർ എല്ലാവരും പോകുന്നു. അവളോട് സംസാരിക്കുന്നു. "എലിസബത്തല്ലേ? വീടെവിടെ?" അങ്ങനെയൊക്കെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വരുന്നു. എന്നിട്ട് പറയുന്നു, "എടോ അതെ നമ്മുടെ കൊച്ചാ" എന്ന് ബേസിൽ ജോസ് ഒരു ചിരിയോടെ ഓർത്തെടുത്തു. അപ്പോൾ അവന്മാർ കറക്റ്റായി പ്ലാൻ ചെയ്ത പോലത്തെ "ഓക്കേ, ഓക്കേ, ഓക്കേ" എന്ന് പറഞ്ഞുകൊണ്ട് മാറുന്നു. അന്നായിരുന്നു ഞാൻ ആദ്യമായിട്ട് എലിയോട് സംസാരിച്ചത്. അവൾ എന്നും എല്ലാ കാര്യങ്ങളും എനിക്ക് സപ്പോർട്ടായിരുന്നു. ഈ സിനിമയൊക്കെ കാണുന്നത് പോലെ ഒരു കൂട്ടുകാരി. ബേസിൽ ജോസഫ് പ്രണയകഥ വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ഒപ്പം തന്നെ തൻ്റെ ഇഷ്ടം എലിസബത്തിനെ അറിയിച്ച നിമിഷത്തെക്കുറിച്ചും പ്രശസ്ത സംവിധായകൻ വെളിപ്പെടുത്തുകയും ചെയ്തു. അവളുടെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റൊക്കെ ബാഗിൽ ഒളിപ്പിച്ചു വെച്ചു കൊടുത്തു. ബർത്ത്ഡേയുടെ അന്ന് അവൾ വീട്ടിൽ പോയി. രാത്രി ബാഗ് എടുത്തപ്പോൾ ദേ ഇരിക്കുന്ന ഒരു ഗിഫ്റ്റ്. അത് തുറന്നപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിരുന്നിരുന്നു. ആ ഗിഫ്റ്റ് എന്തായിരുന്നു ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. ചെറിയ എന്തോ സാധനമായിരുന്നു. അപ്പോൾ അപ്പോൾ ഇവൾ "ആഹാ! ഇയാൾ എന്തിനാ എനിക്ക് ഗിഫ്റ്റൊക്കെ തരുന്നേ" എന്ന് ആലോചിച്ച്. പിന്നെ അവൾക്ക് മനസ്സിലായി എൻ്റെ ഉദ്ദേശം എന്താണെന്ന്. പിറ്റേന്ന് വന്ന് അതിനെപ്പറ്റി ചോദിച്ചു. ഞാൻ കാര്യം പറഞ്ഞു. അങ്ങനെയാണ് അതെല്ലാം ശരിയായതെന്ന് ബേസിൽ പറഞ്ഞു നിർത്തുകയും ചെയ്തു. 7 വർഷത്തെ പ്രണയശേഷം 2017 വിവാഹിതരായ ബേസിൽ ജോസഫും എലിസബത്തും ഇന്ന് ഹോപ്പ് എലിസബത്ത് ബേസിൽ എന്നൊരു മകളുണ്ട്. ചില തകർപ്പൻ കഥാപാത്രങ്ങളും പെർഫോമൻസുകളുമായി അഭിനയത്തിൽ സജീവമായി നിൽക്കുന്ന ബേസിൽ തൻ്റെ അടുത്ത സംവിധാന സംരംഭവുമായി ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് ഒരുങ്ങുകയാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ.